മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളാണ് സിബി മലയിൽ. തലമുറ വ്യത്യാസമില്ലാതെ പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നിരവധി സിനിമകളാണ് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. മലയാളത്തിലെ മുൻനിര നായകന്മാരെയെല്ലാം വെച്ച് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയിട്ടുള്ള സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അസോസിയേറ്റ് ഡയറക്ടറായി കരിയർ ആരംഭിച്ച സിബി മലയിൽ മുത്താരംകുന്ന് പി.ഒ എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത്. തുടർന്ന് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെല്ലാം നായകന്മാരാക്കി സിനിമകൾ ഒരുക്കി. ഇപ്പോഴും സിബി മലയിൽ ചിത്രങ്ങൾക്ക് വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് ഉള്ളത്. 30 വർഷം നീണ്ട കരിയറിൽ 40-ലധികം സിനിമകൾ അദ്ദേഹം ഒരുക്കി. 2022 ആസിഫ് അലിയെ നായകനാക്കി ഒരുക്കിയ കൊത്തയാണ് അവസാനമായി പുറത്തിറങ്ങിയ സിബി മലയിൽ ചിത്രം. അതേസമയം 3 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ നിരവധി അവാർഡ് ജൂറികളുടെ ഭാഗമായിരിക്കാൻ സിബി മലയിലിന് സാധിച്ചിട്ടുണ്ട്. 55ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിർണയിച്ച ജൂറി അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോഴിതാ അന്ന് നടന്ന ഒരു അട്ടിമറിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബി മലയിൽ. പരദേശി സിനിമയിലെ തട്ടം പിടിച്ചു വലിക്കല്ലേ എന്ന ഗാനത്തിന് ഗായിക സുജാതയ്ക്ക് ദേശീയ അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചെങ്കിലും ബാഹ്യ ഇടപെടലിലൂടെ വിധിനിർണ്ണയം അട്ടിമറിച്ചെന്ന് സിബി മലയിൽ പറയുന്നു. സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിൻ്റെ സംഭാവനകൾ മുൻനിർത്തി സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച പി.ടി. കലയും കാലവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരേന്ത്യക്കാരോട് മത്സരിച്ച് മലയാള സിനിമാ പ്രവർത്തകർ പുരസ്കാരങ്ങൾ വാങ്ങുന്നത് വലിയ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രഹൻ സണ്ണി ജോസഫും ഞാനുമാണ് ആ ജൂറിയിലുണ്ടായിരുന്ന മലയാളികൾ. പരദേശിക്ക് സംവിധായകൻ, ചമയം, ഗാനരചന, ഗായിക എന്നിവയ്ക്ക് എന്തായാലും അവാർഡ് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി ശക്തമായി വാദിക്കുകയും ചെയ്തു. സുജാതയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് സമിതി തീരുമാനിച്ച് എഴുതിയതായിരുന്നു. എന്നാൽ ഉച്ചഭക്ഷണത്തിനെന്ന പോലെ എത്തിയ ഉത്തരേന്ത്യക്കാരനായ ഫെസ്റ്റിവൽ ഡയറക്ടർ ആർക്കാണ് ഗായികയ്ക്കുള്ള അവാർഡ് എന്ന് ചോദിച്ചു. സുജാതയ്ക്കെന്ന് അറിഞ്ഞപ്പോൾ ജബ് വി മെറ്റിലെ ശ്രേയാ ഘോഷലിൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം മുൻകൈയെടുത്ത് വീഡിയോ കാസറ്റ് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് അവാർഡും തിരുത്തുകയായിരുന്നു. ജൂറിക്ക് രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിലും കാലം കുറയായതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു പറയുന്നത്. അന്ന് മോഹൻലാലിന് പകരം ഷാരൂഖ് ഖാന് മികച്ച നടന് അവാർഡ് കൊടുത്തൂടെയെന്നും എന്നാൽ അവാർഡ് ദാന പരിപാടി കൊഴുക്കുമെന്നും ചെയർമാൻ പറഞ്ഞിരുന്നു. ഉത്തരേന്ത്യക്കാരോട് മത്സരിച്ച് മലയാള സിനിമാ പ്രവർത്തകർ അവാർഡുകൾ നേടുന്നത് തന്നെ വലിയ സംഭവമാണ്, സിബി മലയിൽ പറയുന്നു. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിട്ടുള്ള ഗായികയാണ് സുജാത. എന്നാൽ ഇതുവരെ ദേശീയ പുരസ്കാരത്തിലേക്ക് എത്താൻ മലയാളത്തിൻ്റെ പ്രിയ ഗായികയ്ക്ക് സാധിച്ചിട്ടില്ല. ശ്രേയ ഘോഷലാകട്ടെ 5 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ 3 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഫിലിംഫെയർ അടക്കമുള്ള മറ്റു പുരസ്കാരങ്ങളും ഗായികയുടെ പേരിലുണ്ട്. സിബി മലയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക.